ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ട് റെഡിയാക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് എണ്ണ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. എന്താ കാര്യം എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് ഒന്ന് മൊരിഞ്ഞ് വരാനുള്ള കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ വെച്ചു, പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഞാനിപ്പോൾ ആദ്യം ചെയ്തത് കുറച്ച് ഗാർലിക്, ഒരുപാട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തതല്ല, കുറച്ച് ഗാർലിക് ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തത്, അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ്, ഒരു വലിയ സവോള, അതും ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമുക്ക് ബ്രെഡ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ നമ്മുടെ കയ്യിലിരിപ്പുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡേറ്റൊക്കെ കഴിയാറായോ ബ്രെഡ് ഇരിക്കുന്നെങ്കിലോ, ബ്രെഡൊന്നും ചിലവാകാതെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ ബ്രെഡ് തീരുന്ന വഴി അറിയത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം നമ്മുടെ ചായയുടെ സമയത്ത് ഒന്ന് റെഡിയാക്കിയതായിരുന്നു. അപ്പോൾ കുറച്ച് ബ്രെഡ് ഇങ്ങനെ ഇരുന്നു, അപ്പോഴത്തേനും അത് ഞാനിങ്ങ് റെഡിയാക്കിയതായിരുന്നു. അപ്പോൾ ഭയങ്കര ഡിമാൻഡായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ കോക്കനട്ട് ഓയിലിലേക്ക് ഗാർലിക് ഇട്ടു, അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ടു, പിന്നീട് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ച ഒരു 2 പച്ചമുളക് ഇട്ടു. പിന്നീട് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ തക്കാളി, ഒരു വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഹാഫ് തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിട്ടിട്ടുണ്ട്. പിന്നെ ബ്രെഡ് കൂടുന്നതിനനുസരിച്ച് തക്കാളിയുടെ അളവും സവോളയുടെ അളവും എല്ലാം കൂട്ടാം. കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് ബ്രെഡ് ഉണ്ടായിരുന്നില്ല, ഒരു 6 സ്ലൈസ് ബ്രെഡ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു സവോള എന്ന് പറയുന്ന ഒരു സവോളയും തക്കാളി ഹാഫ് തക്കാളി അങ്ങനെയൊക്കെ. അപ്പം കൂടുതൽ അംഗസംഖ്യകളൊക്കെ ഉള്ള വീടാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിക്കൊള്ളുക, കാരണം എല്ലാവരും കഴിക്കും. ഷുവറായിട്ടും എല്ലാവരും രുചിയോടുകൂടി ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ബ്രെഡിൻ്റെ വിഭവമാണിത്. പിന്നെ സ്പൈസിയാണ്, അത്യാവശ്യം എരിവുള്ള ഒരു വിഭവമാണ്. അപ്പം നമ്മളിപ്പോൾ ബ്രെഡ് സാധാരണ ബാക്കി വരുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലും കുറച്ച് മുട്ടയും പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകളും റെഡിയാക്കാറ്. പക്ഷേ ഇത് സാധാരണക്കാർക്കും റെഡിയാക്കാൻ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ തക്കാളി സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് വളരെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ ഒരു പിഞ്ച് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി, പൊടികളായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി. അതിനുശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ രുചിയൊന്നും ഇഷ്ടമില്ലാത്തൊരു മക്കൾക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം. പക്ഷേ മുതിർന്നവർ ഒക്കെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഡയറക്റ്റ് ടേസ്റ്റൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് ഒഴിക്കുന്നതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം വീണ്ടും ഞാൻ കുറേ നേരം ഒന്ന് മൊരിച്ച് എടുക്കുകയാണ്. അപ്പോൾ എല്ലാം ആ ടൊമാറ്റോ സോസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇതൊരു 1 പോട്ട് റെസിപ്പിയൊക്കെ തന്നെയാണ്. അപ്പോൾ വേറെ മുട്ട പാൻ എടുത്ത് വേറെ മുട്ട ചിക്കലോ ബഹളം ഒന്നും വേണ്ട. അപ്പോൾ നമ്മളുടെ ആ ഒരു മസാല ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത ആ മുട്ടയുണ്ടല്ലോ അത് പാനിലേക്ക് ഒന്ന് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഒഴിച്ചതിന് ശേഷം ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മുട്ട ചിക്കി മാറ്റാം. ഇല്ലെങ്കിൽ ഒരു കുഴഞ്ഞ ഒരു ടെക്സ്ചറിൽ കിടക്കും, അതൊരു രസം ഉണ്ടാകത്തില്ല. അപ്പോൾ കുറച്ച് കട്ടിക്ക് കിട്ടണമല്ലോ. അതെ, ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യരുത്, മുട്ട ഒരുപാട് ഡ്രൈ ആവാനും നിൽക്കരുത്. ഇതിൻ്റെ പുറകെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഞാൻ
ഒരു 6 സ്ലൈസ് ബ്രെഡ് ഞാൻ ചെറിയ 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 ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുട്ട ഒരുപാട് ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഇതിടണം, ബ്രെഡിൻ്റെ ആ ഒരു പീസസ് ഇടണം. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മസാല ഉണ്ടല്ലോ ഈ ബ്രെഡിൽ പിടിക്കാതെ പോകും. അതുകൊണ്ടാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ. പിന്നെ മല്ലിയിലയൊക്കെ ഇഷ്ടമുള്ളവർ, മല്ലിയില കയ്യിലുള്ളവർ ഈ ഒരു ടൈമിലാണ് മല്ലിയില വിതറുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ പൊതുവെ മല്ലിയില ഇരിക്കാറില്ല. ഞാൻ ഇനിയിപ്പോൾ കുറച്ച് മല്ലിയിലയും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതി വെക്കണം. കാരണം ഞാൻ ഈയിടെയായിട്ട് മല്ലിയിലയൊക്കെ യൂസ് ചെയ്യേണ്ട ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വീറ്റ് ദോശ, ഒരു ഹെൽത്തി വീറ്റ് ദോശ, അതിലൊക്കെ മല്ലിയില ഇടുവാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതിൽ മല്ലിയില കയ്യിലുള്ളവർ ഈ ഒരു ടൈമിൽ വേണം മല്ലിയില വിതറി കൊടുക്കാൻ. അതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചോ തുറന്നു വെച്ചോ ഒക്കെ ഒന്നും കൂടി വേവിക്കാം. എന്നാന്ന് വെച്ചാലും ആ ഒരു ബ്രെഡ് ഒരു അവിടെ എഡ്ജസൊക്കെ ഒരു ഫ്രൈഡ് രീതിയിലാകുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് കരിഞ്ഞും മുരിഞ്ഞും ഒന്നും പോകരുത്, എങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ഒരു ഫ്രൈഡ് ഫോം ആവുമല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ്സും കൂടി വീണ്ടും വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാലോ, വളരെ രുചികരമായിട്ടുള്ള അടിപൊളി സൂപ്പർ ബ്രെഡ് എഗ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ തന്നെ 2-3 ഐറ്റംസും കൂടി ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം. നമ്മുടെ കൊത്തു ചപ്പാത്തി, കൊത്തു പൊറോട്ട എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു കൊത്തു ബ്രെഡ് എന്നൊക്കെ പറയാം. നമ്മൾ തനി മലയാളം രീതിയിൽ പറയുവാണെങ്കിൽ അല്ലേ, കൊത്തു ബ്രെഡ് എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഈ ഒരു എന്താ പറയുക എഗ് ബ്രെഡ് മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിതാ വേഗം ചായയും കൂടെ റെഡിയാക്കുവാണേ. അത്രയും ടേസ്റ്റാണ്, അടിപൊളി നല്ല സൂപ്പർ ചൂട് ചായയുടെ കൂടെ ഈ ഒരു എഗ് ബ്രെഡ് മസാല കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. അപ്പോൾ മക്കളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. സാറയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാനും അതുപോലെ തന്നെ രാവിലെ കൊടുത്തു വിടാനും എല്ലാം അടിപൊളിയാണ്. പിന്നെ സ്കൂൾ വിട്ട് വൈകുന്നേരം വരുന്ന കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് വെച്ചേ അവരും ഭയങ്കരമായിട്ട് ഹാപ്പിയാകും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ബ്രെഡ് എഗ് മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. മക്കൾക്കൊക്കെ എന്താണേലും ഷുവറായിട്ടും ഇതൊന്ന് റെഡിയാക്കി കൊടുക്കുക. പിന്നെ മുതിർന്നവർക്കാണേലും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താണേലും ഈ ഒരു റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റാണ്, കാണുന്നതിലും ടേസ്റ്റാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു.